ഹലോ വെൽക്കം ലാൻസ്റ്റേ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മൈ പെർഫ്യൂംസ് അൽഫാരിസ് എന്ന പെർഫ്യൂം ഓയിലാണ്. ഇത് പെർഫ്യൂമായിട്ടും പെർഫ്യൂം ഓയിലായിട്ടും ഡിയോഡറന്റ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മൈ പെർഫ്യൂംസ് എന്നുള്ളത് UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മോസ്റ്റ്ലി ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ കോപ്പി കാറ്റ് ആയിട്ട് കുറേ പ്രൊഡക്ട്സ് കാണുന്നുണ്ട്. ഞാൻ ബക്കറ റൂഷിന്റെ ഒക്കെ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ ബോട്ടിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നത്. സോ ഇത് അൽഫാരിസ് ആണ്. അൽഫാരിസ് എന്നുള്ളത് ഇനി ഏതെങ്കിലും ക്ലോൺ ആണോ എന്ന് നമുക്ക് നോക്കാം. സോ ഇത് 12 ml പെർഫ്യൂം നിങ്ങൾ ലംസ തരിയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലത്തെ ഒരു ഷേപ്പിലെ ഒരു ഊതല്ലയിൽ ഒക്കെ ആയിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിസൈനിങ്. ഇത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഈവൻ ഇതിന്റെ ജ്യൂസും ഡാർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇത് 12 ml പെർഫ്യൂം ഓയിലാണ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദി മൈ പെർഫ്യൂംസിന്റെ പ്രൊഡക്ട്സിനും ഈ ഒരു ക്രൗണ് കാണാറുണ്ട്, അതിവിടെയും ഉണ്ട്. ഈ ഒരു ക്രൗൺ ആണ് ആക്ച്വലി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മറ്റ് പ്രൊഡക്റ്റുകളായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം ഉള്ളത്. ഇത് കുറച്ച് നാളായി എൻ്റെ കയ്യിൽ. ഞാനിത് വാങ്ങിച്ചിട്ട് ഐ തിങ്ക് ഒരു 2 years ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് ഇതൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഗമ്മൊക്കെ കുറച്ച് പൊളിഞ്ഞു പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചതുകൊണ്ടല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സ്റ്റിക്കിലാണ് വരുന്നത് കേട്ടോ, സ്റ്റിക്കാണ്. അപ്പൊ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുക. ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യരുത്. ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ ഈ ഗ്രീൻ കളർ, ഇതിന്റെ ഈ ഒരു ഗ്രീൻ ജ്യൂസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രസ്സിൽ പിടിക്കുക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്യുക, എന്നിട്ട് ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഫ്രാഗ്രൻസ് സാധാരണ മൈ പെർഫ്യൂംസ് ഞാൻ പറഞ്ഞു ഇൻസ്പയർഡ് ആയിട്ടാണ് വരാറുള്ളത് എന്നുള്ളത്. ഇത് ആക്ച്വലി ഇത് നമ്മുടെ പാക്കോ റബാൻ, ലേഡി മില്യൺ അല്ലെങ്കിൽ അജ്മൽ ഓറം ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസിന്റെ ആ പെർഫ്യൂംസ് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ, ലേഡി മില്യൺ എന്ന് തന്നെ പറയാം. ലേഡി മില്യന്റെ ക്ലോൺ ആണ് ഓറം. അപ്പോ ഈ ലേഡി മില്യൺ പെർഫ്യൂമിന്ന് കുറച്ച് ഡെവലപ്മെന്റ്സ് വരുത്തിയെടുത്ത ഒരു ഫ്രാഗ്രൻസ്. അതായത് ഇതിന്റെ ഓപ്പണിങ്ങില് ലേഡി മില്യന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്, ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. മിഡിൽ നോട്ട്സിൽ ലേഡി മില്യൺ എന്ന് കിട്ടുന്ന തന്നെ വൈറ്റ് ഫ്ലോറൽ ഫ്രാഗ്രൻസും ഇത് രണ്ടും അതുപോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് മസ്കിന്റെ ഒരു വൈറ്റ് മസ്കിന്റെ ഫ്രാഗ്രൻസും പിന്നെ കുറച്ചൊരു വുഡി ഫ്രാഗ്രൻസുകൾ, കുറച്ചധികം വുഡി നോട്ട്സ്, ഈ സിഡർ വുഡും പിന്നെ ആംബർ വുഡും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ള കുറച്ച് വുഡി ഫ്രാഗ്രൻസുകളും ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു സ്വീറ്റ്നെസ്, ഒരു വെനില നോട്ട്സും പിന്നെ കുറച്ചൊരു ബെറി പോലത്തെ ഫ്രാഗ്രൻസുകളൊക്കെ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലേഡി മില്യയുടെ ഫ്രാഗ്രൻസ് എടുത്തിട്ട് അതിലേക്ക് ഈ പറഞ്ഞ കുറച്ച് വുഡി നോട്ട്സും സ്വീറ്റ്നെസ്സും കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ കുറച്ച് മസ്ക് ഒക്കെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു വൈബാണ് ഈ പ്രൊഡക്റ്റിൽ കിട്ടുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും പെർഫ്യൂം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് സ്നിഫ് ചെയ്തെടുത്തോളം ഇതിന്റെ ഒരു ഇന്നറിലെ നമ്മളൊരു മിഡിൽ നോട്ട്സ് ഒക്കെ എത്തുമ്പോൾ ഇതിങ്ങനെ ലേഡി മില്യൺ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനത് യൂസ് ചെയ്തെടുത്തോളം എനിക്കത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ലേഡി മില്യൺ അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് മുതൽ തന്നെ നമുക്ക് സ്വീറ്റ്നെസ് ആണ്, നല്ലൊരു സ്വീറ്റ് ബെറി ഫ്രാഗ്രൻസുകളാണ് ഉള്ളത്. അത് ഒരു ഇത്തിരി ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴാണ് ലേഡി മില്യൺ എന്ന് കിട്ടുന്നൊക്കെ പോലത്തെ ആ ഒരു വൈറ്റ് ഫ്ലോറൽ, ലില്ലി ഓഫ് ദി വാലി, ജാസ്മിൻ ഇങ്ങനത്തെ ഒക്കെ ഫ്രാഗ്രൻസുകൾ ഇതിൽ ഡെവലപ്പ് ആയിട്ട് വരുന്നത്. പിന്നീട് ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു വുഡി, ഒരു സെഡർ വുഡ്, ആംബർ വുഡ് ഇങ്ങനത്തെ ഒക്കെ ഫ്രാഗ്രൻസിൽ കാണുമ്പോൾ അതിന്റെ കൂടെ തന്നെ മസ്കും വെനിലയും ഇത് രണ്ടും അവിടെയാണ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. സോ അങ്ങനെയാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് ഉള്ളത്. ഇതൊരു യൂണിസെക്സ് പെർഫ്യൂം ആണ്. ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ ഒരു ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്താൽ പാർട്ടി ഒക്കേഷൻസിലേക്കൊക്കെ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല ഒരു എന്താ പറയാ നല്ലൊരു വൈബ് തരുന്ന ഫ്രാഗ്രൻസ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് 400 ചേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. പിന്നെ പെർഫ്യൂം ഉണ്ട്, അതിന് 1000 ചേഞ്ച് ആയിരിക്കാം, മോസ്റ്റ്ലി അങ്ങനെയാണ് കാണാറുള്ളത്. മൈ പെർഫ്യൂംസ് അല്ലെങ്കിൽ ആ ഒരു കോംബോ ആയിട്ട് ഒരു 1200 ചേഞ്ചും അല്ലെങ്കിൽ 900 ചേഞ്ച് ഒക്കെയാണ് കാണാറുള്ളത്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഓയിൽ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ഓയിൽസ് അധികം പ്രൊജക്ട് ചെയ്യൂല, ഓയിൽസിന് ലോഞ്ചിവിറ്റി ആണ് കൂടുതൽ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഈ ഫ്രാഗ്രൻസിന്റെ ഒരു നാച്ചുറൽ വെച്ചിട്ട് ഇതിന്റെ ഓയിലും പ്രൊജക്ഷൻ അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമുക്കൊരു 3+ hours ഈ ഓയിൽ പ്രൊജക്ഷൻ തന്നെ കിട്ടുന്നുണ്ട്. അവിടുന്ന് നമുക്കൊരു 12+ hours ഇതിന്റെ ലോഞ്ചിവിറ്റി ഉണ്ട്. അപ്പോ
ഇത് ആക്ച്വലി ഡ്രസ്സിൽ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഓവർ ഇതിന്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ട ഒരു ലോഞ്ചിവിറ്റി നമുക്ക് കിട്ടൂല. കാരണം നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ആണ് ഇതിങ്ങനെ തേക്കുക. കാരണം ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ എന്തായാലും കറ പിടിക്കും. അപ്പൊ അതല്ലാതെ ഇപ്പൊ ഇതേപോലെ വല്ല പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ഉണ്ട്, ഇവിടെ കൈ ബ്ലാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ നിൽക്കും. പക്ഷെ പോളിസ്റ്ററിലും അധികം ഫ്രാഗ്രൻസ് നിൽക്കില്ല. മോസ്റ്റ്ലി കോട്ടൺമേലാണ് ഫ്രാഗ്രൻസ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിലൊരു ബ്ലാക്ക് കളറിലൊക്കെ ഒരു കോട്ടൺ ടീഷർട്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 15 to 18 hours ഒക്കെ ഈ ഫ്രാഗ്രൻസ് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. എൻ്റെ ഒപ്പീനിയനിൽ നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു വൈബ് തരുന്നതാണ്. പിന്നെ ഭയങ്കര ഓവർ കുത്തുന്ന ഫ്രാഗ്രൻസ് ഒന്നുമല്ല, ഒരു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.